Hi guys, welcome back our channel. ഇന്ന് നാം ഉള്ളത് നമ്മുടെ കലോറി ബേണിംഗ് ചലഞ്ചിൻ്റെ 21st ഡേയിലാണ്. ഇന്ന് ചെയ്യുന്ന റണ്ണിങ് തന്നെയാണ്. റൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എത്ര കിലോമീറ്റർ ഓടിയെന്ന് നോക്കാം. ജീവിതത്തിൽ എല്ലാവരും വ്യായാമം നിത്യജീവിതത്തിൽ ഒരു ശീലമാക്കി മാറ്റുക എന്നതാണ് നമ്മളുടെ കാര്യമായിട്ടുള്ള ഇതുകൊണ്ടുള്ള ഉദ്ദേശം. 20-25 വയസ്സിലൊക്കെ ആരോഗ്യവാനായിരിക്കാനും എക്സസൈസ് ഒക്കെ ചെയ്യാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ ഒരു 40-45 വയസ്സിൽ ആരോഗ്യവാനായിരിക്കാനും പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനും വ്യായാമങ്ങളൊക്കെ ചെയ്യാനും കുറച്ച് നമ്മൾ പ്രയത്നിക്കുക തന്നെ വേണം. നിങ്ങളെല്ലാവരും, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ജീവിതത്തിൽ വ്യായാമം ഒരു ശീലമാക്കി മാറ്റുക. നമ്മൾ മോട്ടിവേഷൻ ഒന്നുമില്ലാതെ തന്നെ ജോലിക്ക് പോകുന്നു. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെയും കുടുംബത്തെയും ഉത്തരവാദിത്തമുള്ളത് കൊണ്ടാണ്. എന്നാൽ വ്യായാമം ചെയ്യാനും നല്ല ഭക്ഷണം കഴിക്കാനും നിങ്ങൾക്ക് മോട്ടിവേഷൻ ആവശ്യമായി വരുന്നു. കാരണം നിങ്ങളുടെ കാഴ്ചയിൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ഉത്തരവാദിത്തമായി തോന്നാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുക. നിങ്ങൾക്ക് മോട്ടിവേഷൻ ആവശ്യമായി വരില്ല. നിങ്ങൾ വ്യായാമം തുടങ്ങുന്ന ഒരാളാണെങ്കിൽ എന്ത് വ്യായാമമാണെങ്കിലും കുറച്ച് ചെയ്യുക. 1 മാസം വരെ ഒറ്റയടിക്ക് നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെങ്കിലും പതിയെ ദിവസങ്ങളോളം എടുത്ത് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മടി വരും. പതിയെ തിന്നാൽ പനയും തിന്നാം എന്നൊരു ചൊല്ലില്ലേ. ഇന്ന് നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ളപ്പോൾ നിങ്ങൾ വ്യായാമം ചെയ്തില്ലെങ്കിൽ ഒരു ദിവസം ഡോക്ടർ നിങ്ങളോട് വ്യായാമം ചെയ്യാൻ ആവശ്യപ്പെടും. പക്ഷെ അന്ന് നിങ്ങൾ ഒരു രോഗിയായിരിക്കും. അന്ന് നിങ്ങളുടെ സ്വാതന്ത്ര്യം ഡോക്ടറുടെ കൈകളിലായിരിക്കും. കുറഞ്ഞ ചെലവിൽ കൂടുതൽ പ്രോട്ടീൻ. ഓട്ടോ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നാൽ ചെയ്യാൻ പറ്റുന്നത് 4 കോഴിമുട്ട എടുക്കുക, പാല്, ഓംലേറ്റ് വേണ്ട, ബുസൈ വേണ്ട, ഒന്നും ഉണ്ടാകണ്ട. ഇതേപോലെ പച്ചക്ക് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ കുടിക്കുക.